പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ അഞ്ജലിയോടും എല്ലാവരോടായിട്ട് പറയാണ്, ഞാനിപ്പോൾ ഇയാളുടെ ഈ മുഖംമൂടി പിച്ചി ചീന്തിയില്ലെങ്കിൽ ഇയാൾ നിങ്ങളെ എല്ലാവരെയും ചതിക്കുമെന്ന് പറയാണ്. ഇയാൾ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്തവനാണ്, സ്വാർത്ഥനാണ്, പണം മാത്രം മോഹിച്ചാണ് ചേച്ചി ഇയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ശ്രുതി നിർത്താനാ പറഞ്ഞെന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ കിഷോറാണെങ്കിൽ അശ്വിനോട് പറയുന്നത്, അശ്വിൻ ബ്രോ ബിലീവ് മീ, അശ്വിൻ ബ്രോയിനെ കിഡ്നാപ്പ് ചെയ്തതും അശ്വിൻ ബ്രോയിനെ കൊല്ലാൻ നോക്കിയതും വേറെ ആരുമല്ല, നിങ്ങളുടെ ബ്രദർ ലോ ആയുള്ള ഈ ശ്യാം എന്ന് പറയുന്ന പുള്ളിക്കാരനാണെന്ന് പറയാൻ കേട്ടോ. അത് കേട്ട ശ്യാമാണെങ്കിൽ കിഷോറിനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, അത്രയ്ക്ക് മാത്രം ഉറപ്പിച്ച് പറയാൻ നിൻ്റെ കയ്യിൽ അതിനുള്ള എന്ത് തെളിവാണുള്ളത്? നീ ഇവിടെ കൂടെ ചേർന്നിട്ട് എന്നെ കൊറ്റി കൊടുക്കാൻ നോക്കുകയാണോ? ഏയ്, ഇത് ശ്യാമാണ്, ശ്യാം മാധവൻ എന്ന് പറയാണ്. അത് കേട്ട വശം തന്നെ ശ്രുതിയാണെങ്കിൽ ശ്യാമിനെ നേരെ തിരിഞ്ഞിട്ട് പറയാണ്, നിങ്ങളുടെ കഴുത്തിൽ കിടന്ന ആ ഒരു മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നില്ലേ, ആ ലോക്കറ്റിലല്ലേ നിങ്ങളുടെ എല്ലാ രഹസ്യവും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട വശം തന്നെ ശ്യാമെന്ന് വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കിഷോർ പറയാണ്, വെറും ഒരു ലോക്കറ്റല്ല അത്, അതിൻ്റെ ഉള്ളിൽ പെൺഡ്രൈവാണ്, പെൺഡ്രൈവ്, കംപ്ലീറ്റ് കാര്യങ്ങൾ അടങ്ങി പെൺഡ്രൈവ് ആണെന്ന് പറയാൻ കേട്ടോ. അത് കേട്ട വശം തന്നെയാണെങ്കിൽ ശ്യാമാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് ആ ഒരു മാല എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതല്ലേ നിങ്ങൾ പറഞ്ഞ മാല, ഇതിലെവിടെ പെൺഡ്രൈവ് ഉണ്ടെന്നാണ് പറയണത്. അത് കേട്ട വശം തന്നെ കിഷോറാണെങ്കിൽ ആ ഒരു മാല മേടിച്ചിട്ട് പരിശോധിക്കുകയാണ്. നോക്കുമ്പോൾ അതിൽ പെൺഡ്രൈവ് ഒന്നും കാണില്ല. അപ്പോൾ കിഷോറിനും ശ്രുതിക്ക് ആകെ മൊത്തം ഷോക്കാവാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.